വി രാജേഷ് തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയാക്കാൻ ബി.ജെ.പി തീരുമാനമെടുത്തു. നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനം. ആർ ശ്രീലേഖ മേയറാകും എന്നുള്ള തരത്തിലാണ് തുടക്കം മുതൽ തന്നെ ചർച്ചകൾ നടന്നിരുന്നത്. എന്നാൽ ശ്രീലേഖ മേയർ ആവുന്നതിനെ ഒരു വിഭാഗം എതിർപ്പുയർത്തുകയായിരുന്നു. ശ്രീലേഖ ഡെപ്യൂട്ടി മേയറും ആകില്ല എന്നാണ് വിവരങ്ങൾ വരുന്നത്. ABVP യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ, ബി.ജെ.പി ജില്ലാ അധ്യക്ഷൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ച അനുഭവം രാജേഷിന് മുതൽക്കൂട്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം, ഈ ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി തന്നെ ബി.ജെ.പി എടുത്തിരിക്കുകയാണ്. നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു നേതാവ് കൂടിയാണ് വി രാജേഷ്. അക്കാലത്ത് തന്നെ കോർപ്പറേഷൻ ഭരണത്തിനെതിരെ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന അനുഭവ സമ്പത്തും അദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ തവണ പൂജപ്പുര വാർഡിൽ നിന്ന് ജയിച്ചതോടെ കൌൺസിലർ എന്ന നിലയിലും നിരവധി സമരങ്ങൾ ജയിച്ചു. ഇതെല്ലാം സംസ്ഥാന നേതൃത്വം പരിഗണിച്ചു എന്നാണ് അറിയുന്നത്. ഇത്തവണ കൊടുങ്ങാനൂർ വാർഡിൽ ജയം ആവർത്തിച്ചതോടെ വലിയ ഒരു നിയോഗമാണ് ഈ 49കാരന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അവസാന നിമിഷം വരെ മുൻ DGP ആർ ശ്രീലേഖയുടെ പേര് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന അഭ്യൂഹമുണ്ടായിരുന്നു. വി രാജേഷ് വിജയിച്ചാൽ സംസ്ഥാനത്തെ ആദ്യ BJP മേയർ എന്ന പദവി അദ്ദേഹത്തിന് സ്വന്തമാകും. 4 പതിറ്റാണ്ടായി തുടരുന്ന ഇടതുകോട്ട തകർത്താണ് 50 സീറ്റുമായി ബി.ജെ.പി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അട്ടിമറി വിജയം നേടിയത്. കേവല ഭൂരിപക്ഷത്തിന് ഒരേ ഒരു സീറ്റിന്റെ കുറവാണ് ബി.ജെ.പിക്കുള്ളത്. വിഴിഞ്ഞം വാർഡിൽ ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അതുപോലെ 2 സ്വതന്ത്രരും വിജയിച്ചിട്ടുണ്ട്. സ്വതന്ത്രരുടെ അടക്കം പിന്തുണ ഉറപ്പാക്കാനായിരിക്കും ബി.ജെ.പി ശ്രമം. അതേസമയം കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ വനിതകളാണ് മേയറാവുക. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ജനറലാണ്. 86 മുനിസിപ്പാലിറ്റികളിൽ 44 അധ്യക്ഷ സ്ഥാനങ്ങൾ വനിതകൾക്കും 6 പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും 1 പട്ടികവർഗ വിഭാഗത്തിനുമാണ് സംവരണം ചെയ്തിരിക്കുന്നത്. ചെയർപേഴ്സൺ മേയർ തെരഞ്ഞെടുപ്പ് നാളെ രാവിലെ 10:30-നും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് പകൽ 2:30-നും നടത്തും. അതേസമയം സ്വന്തമായി ഭരണം രൂപീകരിക്കാൻ ആവശ്യത്തിന് അംഗബലമില്ല എങ്കിലും മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ UDF നേരത്തെ തീരുമാനിച്ചു. കവടിയാർ വാർഡ് കൌൺസിലർ KS ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ UDF പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ചു. കുന്നുകുഴി വാർഡിൽ വിജയിച്ച മേരി പുഷ്പം ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കും. മത്സരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല എന്ന് കരുതി LDF മത്സര രംഗത്തേക്ക് ഇറങ്ങും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പുന്നയ്ക്കാമുകൾ വാർഡിലെ കൌൺസിലറും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ RP ശിവജിയെ മേയർ സ്ഥാനാർത്ഥിയായി പാർട്ടി നിർത്തിയിരിക്കുകയാണ്. പേട്ട വാർഡിൽ നിന്ന് വിജയിച്ച SP ദീപകിനെ പാർലമെന്ററി പാർട്ടി നേതാവായും മുൻ മേയർ ശ്രീകുമാറിനെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായും CPM ജില്ലാ കമ്മിറ്റി നിയമിച്ചു. നേരത്തെ UDF ശബരിനാഥനെ പാർലമെന്ററി പാർട്ടി നേതാവായി തീരുമാനിച്ചിരുന്നു. എന്തായാലും നീണ്ടുനിന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ, നീണ്ടുനിന്ന ആശങ്കകൾക്കിടയിൽ, നിരവധി ചർച്ചകൾക്കിടയിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വി രാജേഷ് മേയർ സ്ഥാനാർത്ഥിയാകും എന്ന തീരുമാനം ബി.ജെ.പി എടുത്തിരിക്കുകയാണ്. വളരെ ശക്തനായ, കരുത്തനായ ഒരു നേതാവ് തന്നെയാണ് വി രാജേഷ്. വി രാജേഷിനൊപ്പം ശ്രീലേഖ വഹിച്ചിരുന്ന ഔദ്യോഗിക പദവിയുടെ ഒരു പിൻബലം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെ പേരുകൾ തന്നെയാണ് തുടക്കം മുതൽ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉയർന്നു കേട്ടിരുന്നത്. രണ്ടുപേരായാലും തിരുവനന്തപുരത്തിന് അന്തസ്സുള്ള മേയർമാരെ തന്നെ ബി.ജെ.പിക്ക് നൽകാൻ സാധിക്കും എന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പലരും പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ ഈ രണ്ടുപേർക്കും എതിരെ ഉന്നയിച്ചിരുന്നു. എന്തായാലും രാഷ്ട്രീയപരമായ ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ബി.ജെ.പി കടന്നു ചെന്നിരിക്കുന്നത്. രാഷ്ട്രീയപരമായ അനുഭവ സമ്പത്ത് മാത്രമേ ഈ ഒരു സെലക്ഷനിൽ ബി.ജെ.പി നോക്കിയിട്ടുള്ളൂ. എന്തായാലും ഇനി തിരുവനന്തപുരത്തിന്റെ ആദ്യത്തെ ബി.ജെ.പി മേയറായി വി രാജേഷ് മാറുമോ എന്നറിയാനാണ് തിരുവനന്തപുരം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.